എല്ലാ പ്രഭാതത്തിലും ഒരു കാട്ടിൽ ഒരു മാൻ ഉണരും, എന്നിട്ട് ഓടിക്കൊണ്ടേയിരിക്കും തന്നെ വേട്ടയാടുന്ന സിംഹത്തിൽ നിന്ന് രക്ഷപ്പെടാൻ. എല്ലാ പ്രഭാതത്തിലും അതേ കാട്ടിൽ ഒരു സിംഹം ഉണരും, എന്നിട്ട് ഓടിക്കൊണ്ടേയിരിക്കും തനിക്ക് ആഹാരത്തിന് വേണ്ടി ഒരു മാനിനെ പിടികൂടാൻ. നിങ്ങൾക്ക് മാനോ സിംഹമോ ആകാം, പക്ഷേ ഓടിക്കൊണ്ടേയിരിക്കണം. സ്വാഗതം ജോസ്കോ ജുവലേഴ്സ് അശ്വമേധത്തിലേക്ക്. പവേർഡ് ബൈ സാറാസ് കറി പൗഡർ. അറിവിൻ്റെ ഈ ഓട്ട മത്സരത്തിൽ ഈ ദിവസത്തെ അമ്പയർ ശ്രീ കാവാലം ശ്രീകുമാർ. ഗുഡ് ഈവനിങ് സർ. ഒപ്പം ഓടുന്ന സഹയാത്രിക നിമി. ഗുഡ് ഈവനിങ്. അശ്വമേധത്തിനെ നെഞ്ചോടടുക്കി പിടിക്കുന്ന ലോകമെമ്പാടുമുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഈ ദിവസം ഞങ്ങളിതാ ഒരു സമ്മാനം നൽകും. ആ സമ്മാനം നിങ്ങൾക്കൊരു ദൃശ്യ വിരുന്നാകും. തീർച്ച ഒരു ദൃശ്യ വിരുന്ന്. കാണാം ഈ പ്രൊഫൈൽ. ഹായ്, അറിവിൻ്റെ ജനകീയ വിപ്ലവമായ അശ്വമേധത്തിൽ പങ്കെടുക്കാനാണ് ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഞാൻ മനസ്സിലൊരാൾ വിചാരിച്ചിട്ടുണ്ട്, പക്ഷേ അതുവരെ എനിക്ക് എത്താൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഞാൻ ട്രൈ ചെയ്യും. അതിൻ്റെ ഒരു ചെറിയ ടെൻഷനുണ്ട്, പക്ഷെ നന്നായി ട്രൈ ചെയ്ത് അവിടെ എത്തും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിറവാത്സല്യത്തിൻ്റെ മഴവില്ല് നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിറയ്ക്കുന്ന എസ്തർ. എസ്തർ, പ്ലീസ് വാക്ക് ഇൻ. Esther, I am a very big fan of you. ശ്രീ മോഹൻലാലിനോടൊപ്പം ദൃശ്യത്തിൽ, ശ്രീ കമലഹാസനോടൊപ്പം പാപനാശത്തിൽ, ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭരായ രണ്ട് താരരാജാക്കന്മാരോടൊപ്പം, അതും അവരുടെ അരുമ മകളായി, അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു അനുഭവം? വളരെ നല്ല അനുഭവമായിരുന്നു. രണ്ടുപേരും കമൽഹാസൻ ലാലങ്കളുടെ കൂടെ ദൃശ്യത്തിലെ രണ്ടാമത്തെ തവണ, കമൽഹാസനങ്ങളുടെ കൂടെ ദൃശ്യത്തിൻ്റെ റീമേക്ക്, രണ്ടും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ആൻഡ് ഇത്രയും നന്നായി വർക്ക് ചെയ്യാൻ പറ്റിയ രണ്ട് ഫിലിം, രണ്ട് വ്യക്തികൾ. എസ്തർ, അശ്വമേധത്തിൻ്റെ അതിഥിയായി ഈ വേദിയിലേക്ക് വന്നതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം. ഞങ്ങളുടെ പ്രേക്ഷകർ എസ്തറിനെ വളരെ വാത്സല്യത്തോടെ നോക്കിക്കാണും. എസ്തർ, അശ്വമേധം കാണാറുണ്ടോ? ഞാൻ പുതിയതായി സ്റ്റാർട്ട് ചെയ്തത് ഞാൻ കണ്ടിട്ടുണ്ട്. പുതിയതായി സ്റ്റാർട്ട്, അതിനു മുമ്പ് കാണാൻ സാധ്യതയില്ല, കാര്യം 10-12 വർഷങ്ങൾക്ക് മുമ്പല്ലേ, അല്ലേ? ശരി മോളൂ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. നമുക്ക് ഈ കസേരയിൽ ഇരിക്കണം. അതിനു മുൻപ് യാഗം എന്ന ചടങ്ങ് ഒന്ന് പൂർത്തിയാക്കാം. റെഡി? എസ്തർ, ആ സ്ഫടിക ഗോളത്തിൽ നിന്നും ഏതെങ്കിലും ഒരു തുണ്ടെടുക്കും, ഒരു വിഷയം. വൈ? കണ്ടുപിടുത്തങ്ങൾ, ഇൻവെൻഷൻസ്. കണ്ടുപിടുത്തങ്ങൾ തിരികെ ഇട്ടോളൂ. ഞാൻ പറയുന്ന വാചകം ശരിയോ തെറ്റോ എന്ന് മാത്രം പറഞ്ഞാൽ. സിനിമ കണ്ടുപിടിച്ചത് ലൂമിയർ സഹോദരന്മാരല്ല. ശരിയോ തെറ്റോ? സഹോദരന്മാരല്ല. അല്ല എന്നാണ് എൻ്റെ വാചകം. ഫോൾസ്. തെറ്റാണ്. സിനിമ കണ്ടുപിടിച്ചത് ലൂമിയർ സഹോദരന്മാർ തന്നെയാണ്. മകൾ പറഞ്ഞ ഉത്തരം 100% ശരിയാണ്. കൺഗ്രാജുലേഷൻസ്, യു ഹാവ് വൺ ₹1000 ഫ്രം മിർ റിയൽറ്റേഴ്സ്. രണ്ടാമത്തെ ബോൾ. ശരീരം തിരികെ നിക്ഷേപിച്ചു. വളരെ പ്രയാസപ്പെട്ടൊരു ചോദ്യമാണ് ചോദിക്കുന്നത്. റെഡി? പരോണിയ എന്ന രോഗം ബാധിക്കുന്നത് ഹൃദയത്തിനെയാണ്, നഖത്തിനെയാണ്? ഉത്തര ചോയ്സുകൾ: ഹൃദയം, നഖം. നഖം. ഒരു ഗസ്സാണ് അല്ലേ? ഹൃദയത്തിൽ അങ്ങനെ രോഗം ബാധിച്ച് കേട്ടിട്ടില്ലല്ലോ. ശരിയാണ്. Congratulations, you have won ₹2500 from Mir Realtors. നമ്മുടെ ഈ നഖമൊക്കെ കടിച്ചിട്ട് നഖത്തിന്റെ അറ്റത്ത് വരുന്നില്ലേ, നഖച്ചുഴി, നഖച്ചുറ്റ് എന്നൊക്കെ പറയുന്ന, അതിന്റെ പേരാണ് പരോണിയ എന്നത്. മൂന്നാമത്തെ ബൗൾ.
നോവൽ തിരികെ നിശ്ചയിച്ചു. ആരാണ് കാലം എന്ന നോവൽ എഴുതിയത്? 3 ചോയ്സ്: എം മുകുന്ദൻ, പുനത്തിൽ കുഞ്ഞബ്ദുള്ള, എം ടി വാസുദേവൻ. എം ടി വാസുദേവൻ നായർ. ശരിയായ ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. യു ഹാവ് won ₹5,000 ഫ്രം മിർ റിയൽറ്റേഴ്സ്. എസ്തർ, മിർ റിയൽറ്റേഴ്സ് നൽകുന്ന 10,000 രൂപയ്ക്ക് വേണ്ടിയുള്ള അടുത്ത ചോദ്യം എന്താണെന്ന് പറയാം. ഒരു ദൃശ്യമാണ്. എന്താണ്? ദൃശ്യമാണ്. ദൃശ്യത്തിന്റെ ചിത്രശലഭത്തിന് ഒരു ദൃശ്യം. ഇത് അഭിനവ് ബിന്ദ്രയാണ്. ഇദ്ദേഹത്തിന്റെ പേര് അഭിനവ് ബിന്ദ്ര എന്നാണ്. അറിയാം. എന്താണ് ഇദ്ദേഹത്തെ പ്രശസ്തനാക്കിയത്, അല്ലെങ്കിൽ ആരാണ് ഇദ്ദേഹം? പ്രശസ്തനാക്കിയത് ഷൂട്ടിംഗ് ആണ്. ഷൂട്ടിംഗ്. സ്പോർട്സ്മാൻ. 100% ശരി. ലോകോത്തര നിലവാരമുള്ള ഇന്ത്യൻ ഷൂട്ടർ അഭിനവ് ബിന്ദ്ര. ഒളിമ്പിക് മെഡൽ നേടിയ അഭിനവ് ബിന്ദ്ര ഷൂട്ടറാണ്. എസ്തറിന്റെ ഉത്തരം 100% ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. യു ഹാവ് won ₹10,000 ഫ്രം മിർ റിയൽറ്റേഴ്സ്. യാഗം ഗംഭീരമാക്കി എസ്തർ. ഇനി യജ്ഞത്തിന്റെ ഉജ്ജ്വല മേഖലകളിലേക്ക് എസ്തർ യാത്ര ചെയ്യുമോ? അറിയില്ല. പ്രേക്ഷകരോടുള്ള എൻ്റെ ഈ ദിവസത്തെ ആദ്യത്തെ സൂചന ഇതാ. ഈ വ്യക്തിക്ക് തിരനോട്ടം അറിയാം. യാഗം പൂർത്തിയാക്കിയ നമ്മുടെ പ്രിയങ്കരിയായ എസ്തർ യജ്ഞത്തിലേക്ക് പ്രവേശിക്കുന്നു. ലെറ്റ്സ് സീ യെസ് ഓർ നോ. Yes is the sign and let's welcome Esther. എസ്തർ, ആ സ്ഫടിക ഗോളത്തിൽ നിന്നും ഒരു വിഷയം എസ്തറിന് തിരഞ്ഞെടുക്കും. അത് വായിക്കണ്ട, വായിച്ചോളൂ, എന്നോട് പറയരുത്. ആ വിഷയവുമായി ബന്ധപ്പെട്ട ഒരാളിന്റെ പേര് മനസ്സിൽ ഓർമ്മിച്ച് യജ്ഞത്തിൽ ഏർപ്പെടാം. ഓൾ ദ ബെസ്റ്റ്. പ്രേക്ഷകരുടെ ഈ പൊന്നോമനയുടെ മനസ്സിലിരിപ്പ് ജൂറി അംഗീകരിച്ചു കഴിഞ്ഞാൽ നമ്മൾ കടക്കും മനസ്സുകൾ അളക്കുന്ന ആ മാന്ത്രിക മേഖലയിലേക്ക്. യജ്ഞം. എസ്തർ, ഓൾ ദ ബെസ്റ്റ്. എസ്തറിന്റെ മനസ്സിലിരിപ്പ് അംഗീകരിക്കുന്നു സർ? തീർച്ചയായിട്ടും. ആൻഡ് യു ആർ റെഡി ടു ഹെൽപ്പ് ഹർ? ശരിയാണ്. തിരിച്ചു പോകും. സോ എസ്തർ, എന്താ? ഇല്ല, അത് നിങ്ങൾ പറയണ്ട, ഞാൻ പറഞ്ഞോളാം. എനിക്കറിയാം പ്രേക്ഷകരെ, അവരാ TV സെറ്റിന്റെ മുമ്പ് ഇരുന്നിട്ട് പറയാനേ, ഞങ്ങളുടെ കുട്ടി അവിടെ ഇരിക്കുകയാണ്, ആ കുട്ടി വന്നിരിക്കുമ്പോൾ ചോദ്യമൊക്കെ പിന്നെ ചോദിച്ചാൽ മതി, ആദ്യം ഞങ്ങൾക്ക് അവളുടെ ഒരു പാട്ട് കേൾക്കണം. ഇവരെന്നോട് പറയും, ഞാനതല്ലേ ചോദിക്കാൻ വരുന്നത്, എനിക്കറിയാം ചോദിക്കാൻ. ആ എസ്തർ, അവർ പറഞ്ഞതുകൊണ്ട് ഒരു പാട്ട് പാടി. ഞാൻ ദൃശ്യത്തിലെ പാട്ട് പാടിയാൽ മതിയോ? ദൃശ്യത്തിലെ പാട്ട്. ദൃശ്യത്തിലെ പാട്ട് പാടിയാ മതിയോന്നല്ല, ദൃശ്യത്തിലെ പാട്ട് തന്നെ പാടണം. മാറിവിൽ കൂട നീർത്തും മാനസം തണലാക്കി കളിച്ചിരിയും കഥകളുമായി കുസൃതികൾ തൻ മധുരവുമായി ഓരമ്മക്കിളിയും രണ്ടുമൽ കുരുന്നും മാറിവിൽ കൂട നീർത്തും. അമ്മക്കിളിയുടെ രണ്ട് ഓമൽ കിളിയും ഓമൽ കുരുന്നും. അതില് ഇളയ ഓമൽ കുരുന്ന അല്ലേ? അതെ. അപ്പോ ആ ഓമൽ കുരുന്നിനോട് ഞാൻ ചോദിക്കുന്നത്, നമുക്ക് ഈ കലാഭവൻ ഷാജോണിനെ അങ്ങ് തട്ടിയാലോ? അയ്യോ, ആളുണ്ട്, നമുക്ക് ആളുണ്ട്, ഏർപ്പാട് ചെയ്യാം. പാവം, ശരിക്കും പാവമാണ്. ആണോ? അതെ. പക്ഷെ എന്തോ എനിക്കത് കണ്ടിട്ട് സഹിച്ചില്ല. ഷാജോണിനെ എനിക്കും നേരിട്ടറിയാം, പക്ഷെ ഇത് കണ്ടപ്പോൾ എനിക്ക് സഹിച്ചില്ല. പാവമാണ് കേട്ടോ. ആണോ? ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്ത് സത്യം പറഞ്ഞാൽ അതിന് മുമ്പൊക്കെ നല്ല ചിരിച്ച് കളിച്ചിരുന്നിട്ട് അവിടെ ആണെങ്കിൽ നിന്നിട്ട്
ഇങ്ങനെ കരച്ചിലായിട്ടൊന്നും വരുന്നില്ല, ശരിക്കും തമാശയായിട്ടാണ് തോന്നുന്നത്. കാരണം അത്രയ്ക്കും നല്ല ആളാണ്. ആണല്ലേ? അതെ. എങ്ങനെ ഉണ്ടായിരുന്നു ആ രംഗം അഭിനയിച്ചപ്പോൾ? ആ രംഗം അഭിനയിച്ചപ്പോൾ ആ മുഹൂർത്തത്തിൽ നമ്മുടെ പള്ളിയിൽ അച്ഛന്മാർ പറയും പോലെ, അതായത് ആ നിമിഷത്തിൽ അഥവാ ആ വേളയിൽ എന്നൊക്കെ പറയുന്നത് പോലെ. അത് എനിക്ക് തോന്നുന്നു നമ്മുടെ സിനിമ കഴിയാനായിട്ട് 4 ദിവസം കൂടി ഉള്ളപ്പോൾ ആണ് ഷൂട്ട് ചെയ്യുന്നത്. സോ ഇത് 2 ദിവസം കൊണ്ടാണ് ഷൂട്ട് ചെയ്തത്. സോ ആദ്യത്തെ ദിവസം ആണെങ്കിലും ഇടിയും മടിയും എല്ലാം കൊണ്ട് ഇങ്ങനെ കുഴപ്പമില്ലാതെ, പക്ഷെ നല്ല രസമായിരുന്നു അന്നൊക്കെ എല്ലാവരും കൂടെ കൂടി. ഓക്കെ, 2ാമത്തെ ദിവസമാണ് എനിക്ക് അടി കിട്ടുന്ന ഫീലിങ്സൊക്കെ. 2ാമത്തെ ദിവസമാണ്. അന്നാണെങ്കിൽ നല്ല തമാശയും നല്ല സന്തോഷവും ഒക്കെ ആയിട്ട് നിൽക്കുകയാണ്. ആ സീൻ ചെയ്യുമ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാ എന്താന്ന്. ജിത്തു അങ്കിൾ വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ അടി കിട്ടും, അപ്പോൾ വീഴണം, അങ്ങനെയാണ് പറഞ്ഞു. ഓക്കെ, കുഴപ്പമില്ല ഒക്കെ പറഞ്ഞു. സമ്മതിക്കില്ല കേട്ടാ, വലിയ കഷ്ടം സുഹൃത്തെ. അത് പ്രോഗ്രാമിനിടയിൽ അത് പറ്റില്ല. അത് പ്രേക്ഷകർക്ക് വേണ്ടി ആ നിമിഷത്തിൽ എസ്തർ പറഞ്ഞ ആ ഡയലോഗുണ്ട്, ആ സംഭാഷണം ഉണ്ട്, ഒന്ന് പറയും. അതിന് മുമ്പ് ആകെ 2 ലൈനേ പറഞ്ഞുള്ളൂ. ഞാൻ ഈ ചേട്ടനെ കണ്ടിട്ടില്ല, എനിക്ക് എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ അടുത്ത് പോകണം. ഇത് 2 മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ആ ഡയലോഗിൽ തന്നെ എനിക്ക് എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ അടുത്ത് പോകണം എന്ന ആ ഒരൊറ്റ ഡയലോഗിൽ തന്നെ ഒരുപാട് ഹൃദയങ്ങൾ ഇങ്ങനെ വല്ലാതെ നോക്കി വേദനിച്ചു. എസ്തർ തിയേറ്ററിൽ പോയി സിനിമ കണ്ടു. കരഞ്ഞോ? ഇല്ല. കാരണം ഞങ്ങളതവിടെ എക്സ്പീരിയൻസ് ചെയ്ത് അങ്ങനെ ഇതുള്ളത് കൊണ്ട് ഇല്ല. പക്ഷെ അത് കരഞ്ഞു പോകുന്നത് വേറെ. സിനിമ കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ കുറേ പേര് വന്നിട്ട് ആൻറ്റിമാരൊക്കെ വന്ന് പറയുമ്പോൾ അത് എന്നാലും തല്ലുണ്ടായിരുന്നു അങ്ങനെയൊക്കെ പറയുമ്പോഴാണ് ശരിക്കും സങ്കടം വന്നത്. അത് കണ്ടിട്ട് എനിക്ക് ഒരിക്കലും. അതുകൊണ്ട് ഈ പാപനാശം ചെയ്തപ്പോഴേ എങ്ങനെ ഉണ്ടായിരുന്നു ശ്രീ കമലഹാസനുമായുള്ള? സൂപ്പറായിരുന്നു ശരിക്കും. സൂപ്പറായിരുന്നു. അദ്ദേഹം എന്തൊക്കെ പറഞ്ഞു? അങ്കിള് എനിക്ക് 1 മാസം ഉണ്ടായിരുന്നു ഷൂട്ട്. അങ്കിള് എല്ലാം പറയും. അങ്കിള് ശരിക്കും വലിയ നോളജാണ് അങ്കിളുടെ കൂടെ വർക്ക് ചെയ്യാനായിട്ട്. ഒരുപാട് കാര്യങ്ങൾ സിനിമേനെ കുറിച്ച്, സ്പോർട്സ് അല്ലാതെ പുറത്തുള്ള കാര്യങ്ങൾ ഒക്കെ പറയും. സോ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മുടെയും വലിയൊരു ആഗ്രഹമാണ് ഒരു ദിവസം അശ്വമേധത്തിൻ്റെ അതിഥിയായി അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും കൊണ്ടുവരണമെന്ന്. എന്നെങ്കിലും നടക്കുമായിരിക്കും അല്ലേ? നടക്കട്ടെ. ശരി, തൽക്കാലം നമുക്ക് ആ ഗെയിമിലോട്ടൊന്ന് ആരംഭിച്ച് വയ്ക്കാം അല്ലേ? ഈ കുതിര ചിലപ്പോൾ മത്സരാർത്ഥിയെ പിന്തുണയ്ക്കും, ചിലപ്പോൾ എന്നെ പിന്തുണയ്ക്കും. പക്ഷേ ഇത്തവണ ഈ കുതിര എന്തായാലും എന്നെ പിന്തുണയ്ക്കില്ല. കാരണം ഈ കുതിരയ്ക്ക് ഭയങ്കര കരുത്താണ്. ഇതൊരു ചെമ്പൻ കുതിരയാണ്. പക്ഷെ ഈ കുതിരയുടെ കരുത്ത് പോലും അലിഞ്ഞു പോകും എസ്തറിനെ കാണും. കുതിരയ്ക്കും വാത്സല്യം ഉണ്ടാകും. എൻ്റെ ആദ്യത്തെ ചോദ്യം, എസ്തർ വിചാരിച്ചത് ഒരു പുരുഷനെയാണ്? ആണ്. ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല. മറ്റേ ആ പയ്യനെന്ന് വിചാരിക്കാൻ പാടില്ല. ഇത് യഥാർത്ഥ മനുഷ്യനെ വിചാരിക്കാൻ പാടുള്ളൂ. നിങ്ങൾ കൂടെ കൊന്നു കുഴിച്ചിട്ട പയ്യനെന്നല്ലോ, അതൊന്നും പാടില്ല കേട്ടോ. ഇന്ത്യൻ അല്ല. ഏഷ്യൻ അല്ല. നാച്ചുറൽ ഡെത്ത്, നോർമൽ ഡെത്ത് ആണ്. ആണ്. അമേരിക്കൻ ഭൂഖണ്ഡങ്ങൾ? USA? യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ആണ്. രാഷ്ട്രീയം, കല, സാഹിത്യം ഇതിലൊന്നാണോ പ്രധാന മേഖല? ലൈഫ് ലൈൻ ഉണ്ട്, അതിലുണ്ട്, അതിൽപ്പെടുന്നതാണ്. കല, ആർട്ട് ആണ്.
1950 ശേഷം മരണം അതെ അതെ ആണ്. അതെ 2000 ശേഷം മരണം അല്ല. സിനിമയുമായി എന്തെങ്കിലും ബന്ധം? ഉണ്ട് ഉണ്ട്. ഉണ്ട്. അദ്ദേഹത്തിനെ ഓർമ്മിപ്പിക്കുന്ന, അദ്ദേഹത്തിൻ്റെ പേര് ഓർമ്മിപ്പിക്കുന്ന സ്മാരകങ്ങളോ സ്ഥലങ്ങളോ ഉണ്ടോ അമേരിക്കയിൽ? ഉണ്ട്. 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 ഇനിയിപ്പോൾ എന്താ അടുത്ത പ്രോജക്റ്റ്? അടുത്ത പ്രോജക്റ്റ് റിലീസ് ചെയ്യാനുള്ളത് പാപനാശം മാത്രമേ ഉള്ളൂ. പാപനാശം മാത്രം. ഫസ്റ്റ് ഡേ ഞാൻ പോയി. താങ്ക് യു. കാണണം. തമിഴൊക്കെ പഠിച്ചോ? തമിഴ് പഠിച്ചിട്ടില്ല. അത് ആ ഫിലിമിലാണെങ്കിലും പിന്നെ ചെന്നൈയിലൊക്കെ ഉള്ള പോലത്തെ സ്ലാങ് അല്ല, ഇച്ചിരി അവരുടെ തന്നെ ഉള്ളിലോട്ടുള്ള സ്ലാങ് ആണ്. സോ അങ്ങനെ പഠിച്ചിട്ടില്ല. എങ്ങനെ ഉണ്ടായിരുന്നു ശ്രീമതി ഗൗതമി? സൂപ്പർ. അവരെയൊക്കെ ഇപ്പം മിസ് ചെയ്യുന്നു. ശരിക്കും സൂപ്പറായിരുന്നു. എസ്തർ, അനിൽ എന്ത് പറയുന്നു? എൻ്റെ അച്ഛൻ അതെ, അപ്പ ഇവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹം ഒരു മികച്ച കർഷകനാണ് അതെ അല്ലേ? അതെ. എസ്തറിന്റെ മുഴുവൻ പേരെന്താ? ആഗ്നസ് എസ്തർ അനിൽ. ആഗ്നസ് എസ്തർ അനിൽ. ആഗ്നസ് എസ്തർ അനിൽ. ആഗ്നസ് എസ്തർ അനിലിനോടുള്ള എൻ്റെ 14ാമത്തെ ചോദ്യം ഇതാ. ആഗ്നസ് എസ്തർ അനിലിൻ്റെ പ്രായത്തിലുള്ളവർക്ക് എൻ്റെ പ്രായത്തിലുള്ളവരെക്കാൾ കൂടുതൽ, അഥവാ എൻ്റെ പ്രായത്തിലുള്ളവരെക്കാൾ കൂടുതൽ നിങ്ങൾ വിചാരിച്ച വ്യക്തിയെ ഇഷ്ടപ്പെടുന്നത് ആഗ്നസ് എസ്തർ അനിലിൻ്റെ പ്രായത്തിലുള്ളവരാണോ? അതെ. ആണ്. എസ്തറിൻ്റെ എയിൽ ആരംഭിക്കുന്ന, എ മലയാളത്തിലെ എയിൽ ആരംഭിക്കുന്ന ഏതെങ്കിലും ഒരു ജീവിയുടെ പേര് പറയാം. മലയാളത്തിലെ ജീവിയാണോ? മലയാളത്തിൽ പറയാം. ആ എയിൽ ആരംഭിക്കുന്ന ഒരു ജീവിയുടെ പേര്. എലിഫന്റ് എന്ന് പറയാൻ പറ്റൂല. എലി. 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 എലി എന്ന് പറയുമ്പോ ഇത് മൗസ് അല്ലേ? എലി. ഈ കക്ഷിക്ക് മൗസുമായിട്ട് വല്ല ബന്ധമുണ്ടോ? ഉണ്ട്. ഉണ്ടല്ലേ. 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഇപ്പോൾ. എസ്തറിന്റെ സ്കൂൾ എവിടെയാണ്? വയനാട്ടില് കൽപ്പറ്റയില് ഡീപോൾ. അതൊരു സെയിന്റ് പേരാണ്. ഡീപോൾ. അവിടെ 8th ഞാൻ പഠിക്കുന്നു. സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല. 8th ഞാൻ പഠിക്കുന്നു പറയാ. ശ്രീ കാവാല ശ്രീകുമാർ, ആ ഒരു സത്യസന്ധത ഇതായിരുന്നു എസ്തർ പറഞ്ഞത്. വളരെ സിൻസിയറായി പറഞ്ഞതാണ്. ഇങ്ങനെയാണ് പറഞ്ഞത്, അവിടെ 8th ഞാൻ പഠിക്കുന്നു എന്ന് പറയാം. സമയം കിട്ടണ്ടല്ലേ? ഇല്ല, ഞാൻ ക്ലാസ്സിൽ പോയില്ലെങ്കിലും എക്സാം എല്ലാം കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്യുന്നു. എക്സാം ഒക്കെ കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്തു. 8ലാണ് പഠിക്കുന്നത്. അതെ. എസ്തർ വിചാരിച്ച വ്യക്തി ലോക കലാസ്വാദകരുടെ ഹൃദയത്തിൽ അനശ്വരമായ സ്ഥാനം പിടിച്ച, അനിമേഷൻ്റെ അത്ഭുത സാധ്യതകൾ ലോകത്തിൻ്റെ മുന്നിൽ തുറന്നു കാട്ടിയ ഒരാളിനെയാണ് എസ്തർ വിചാരിച്ചത്. വാൾട്ട് ഡിസ്നി അല്ലേ? വാൾട്ട് ഡിസ്നി. യഥാർത്ഥ പേര് വാൾട്ടർ ഏലിയാസ് ഡിസ്നി. ചലച്ചിത്ര നിർമ്മാതാവ്, സംവിധായകൻ, തിരക്കഥാകൃത്ത്, ആനിമേറ്റർ, സംരംഭകൻ എന്നീ നിലകളിൽ പ്രശസ്തൻ. ഏറ്റവും അധികം ഓസ്കാർ നാമനിർദ്ദേശങ്ങളും പുരസ്കാരങ്ങളും നേടിയ വ്യക്തി എന്ന റെക്കോർഡ് ഇദ്ദേഹത്തിന്റെ പേരിലാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ പ്രിയപ്പെട്ട മിക്കി മൗസ് ഇദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ സൃഷ്ടിയാണ്. ഈ കുതിര ശരിയല്ല. കുതിരയെ നിന്റെ കരളലിയില്ലേ?
സത്യത്തിൽ എസ്തർ വിജയിക്കണമെന്നായിരുന്നു എൻ്റെ മനസ്സിൽ. പക്ഷേ ഈ കുതിര എസ്തറിനെ പറ്റിച്ചു കളഞ്ഞു. അല്ല, കുതിര പറയുന്നു എസ്തറിന് ഓടാൻ ഒരുപാട് ദൂരങ്ങളുണ്ട്. എവിടെ? കലയുടെ, അഭിനയ കലയുടെ അനന്ത മേഖലകളിലേക്ക് എസ്തർ ഒരുപാട് കുതിക്കും എന്നാണ് കുതിര പറയുന്നത്. അപ്പോൾ ഒന്നിനു മുമ്പ് ഞാൻ ഒരു പാട്ടുകൂടെ പഠിപ്പിച്ചിട്ടേ വിടൂ. ഇനിയും പാട്ടോ? എങ്കിൽ ഞാൻ എസ്തറിന് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന എസ്തറിന് ഞാനും ഒരു സമ്മാനം തരാം. ഒരു പാട്ട് പാടിയാം. ഒരു പാട്ട് പാടാം, നിന്നുകൊണ്ട് പാടാം. ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നും പറന്നകന്നു പൈങ്കിളി മലത്തേൻ കിളി, പൈങ്കിളി മലത്തേൻ കിളി. എസ്തർ പാട്ട് പാടി. എസ്തറിന് ഞാനൊരു സമ്മാനം, ഒരു കഥ പറഞ്ഞു തരാം. പക്ഷെ ആ കഥ പറയുന്നതിന് മുമ്പ് പ്രേക്ഷകരോടുള്ള ഈ ദിവസത്തെ രണ്ടാമത്തെ സൂചന നൽകേണ്ടിയിരിക്കുന്നു. പ്രേക്ഷകരോടുള്ള ഈ ദിവസത്തെ രണ്ടാമത്തെ സൂചന ഇതാണ്: സേതുമാധവനിൽ നിന്നും ജയകൃഷ്ണനിലേക്ക് എത്രയാണ് ദൂരം? എസ്തറിന്റെ ജീവിതത്തിലെ അംബീഷൻ എന്താണ്? ഒരു നല്ല ആക്ട്രസ് ആവാനാണ് എൻ്റെ ലൈഫ്. നല്ല ആക്ട്രസ് ആണല്ലോ, ഇനിയും കൂടുതൽ മികച്ചൊരു നടിയാവും അല്ലേ? എസ്തർ അന്തർദേശീയ തലത്തിൽ വരെ ഭാവിയിൽ ശ്രദ്ധിക്കപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. 8ൽ പഠിക്കുന്ന എസ്തറിന് ഞാനൊരു കഥ പറഞ്ഞു തരാം. വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കഥയാണ്. വളരെ ഹൈലി ഇൻ്റലക്ച്വലാണ്, വളരെ ഇൻ്റലക്ച്വലായ ഒരു മേഖലയാണ്. അപ്പോൾ ഈ കഥ കേട്ടിട്ട് ഇതിൻ്റെ ഒരു സാരാംശം മനസ്സിലാക്കി. റെഡി? പട്ടണക്കാട്ടൊരു പട്ടാപ്പകൽ 8 വീട്ടിൽ കുട്ടൻ പിള്ളയുടെ പട്ടി കിട്ടു പട്ടിണിയുണ്ട് നട്ടം തിരിച്ച് കട്ടപ്പറമ്പിൽ പൊട്ടൻ കുട്ടപ്പൻ്റെ തട്ടുകടയിരുന്ന് പെട്ടിപ്പെടുത്തുന്ന കുട്ടയിൽ നിന്ന് മുട്ടയിൽ നിന്ന് എട്ടപ്പവും പുട്ടും മുട്ടയും തട്ടി വിട്ട് അട്ടപ്പാടിൽ നിന്ന് അട്ടയെ പറ്റിയ പട്ടയും വിട്ട് റോട്ടിലൂടെ ചട്ടകവും കുട്ടകവുമായി പോയ നെട്ടയും കുട്ടപ്പൻ്റെ കാൽ മുട്ടിൽ തട്ടി താഴെ ഇട്ടു. എസ്തർ സമ്മാനിച്ച മധുര മനോഹര നിമിഷങ്ങൾക്ക് ശേഷം ഇനി ഈ വേദിയിലേക്ക് കടന്നു വരുന്ന അടുത്ത മത്സരാർത്ഥി ആര്? കാണാം ഈ പ്രൊഫൈൽ. എൻ്റെ പേര് സുനിൽകുമാർ, ചേർത്തലയാണ് സ്വദേശം. കേരള ഗവൺമെൻറ് കീഴിലുള്ള ആഭ്യന്തര വകുപ്പിൻ്റെ നിയന്ത്രണത്തിലുള്ള കേരള കെമിക്കൽ എക്സാമിനേഴ്സ് ലബോറട്ടറിയിൽ LD ക്ലർക്കായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അശ്വമേധം എന്ന പരിപാടിയിൽ പങ്കെടുക്കുന്നത് കൊണ്ട് അറിവിൻ്റെ പുതിയ പുതിയ മേഖലകളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാനുള്ള ഒരു അവസരം സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കാനുള്ള താല്പര്യമായി ഞാനിവിടെ വന്നിട്ടുള്ളത്. അശ്വമേധത്തിൻ്റെ ഈ വേദിയിലെത്തുമ്പോൾ എനിക്ക് പറയാനുള്ളത്, എന്നെ ഇതുപോലുള്ള മത്സര വേദികളിൽ പങ്കെടുക്കാനായിട്ട് ഒരുപാട് പേർ എന്നെ പ്രോത്സാഹനം നൽകിയിട്ടുണ്ട്. എൻ്റെ ഓഫീസിലെ സ്റ്റാഫുകളും എൻ്റെ അടുത്ത സുഹൃത്തുക്കളും ഇങ്ങനെ എന്നെ ഇതുപോലുള്ള പരിപാടിയിൽ പങ്കെടുക്കാൻ നിരവധി പ്രോത്സാഹനം നൽകിയിട്ടുണ്ട്. അവർക്ക് ഈ അവസരത്തിൽ ഞാൻ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുകയാണ്. അതെ, സുനിൽ കുമാറിൻ്റെ പ്രൊഫൈലാണ് നമ്മൾ കണ്ടത്. സുനിൽ, വെൽക്കം ടു ദ ഷോ. യാഗം ആരംഭിക്കാം. ആ ബൗളിൽ നിന്നും ഒരു വിഷയം. എന്താണ് സുനിൽ വിഷയം? ജീവശാസ്ത്രം തിരികെ നിക്ഷേപിക്കും. ഞാൻ പറയുന്ന വാചകം ശരിയോ തെറ്റോ എന്ന് മാത്രം പറയുക. റെഡി? ബെൻഡിങ്ങും ബെസ്റ്റും ചേർന്നാണ് ഇൻസുലിൻ കണ്ടുപിടിച്ചത്. ശരിയോ തെറ്റോ? ശരിയാണ്. നിങ്ങളുടെ ഉത്തരം ശരിയാണ്. മിർ റിയൽറ്റേഴ്സ് നൽകുന്ന 1000 രൂപയുടെ ക്യാഷ്. അടുത്ത പടിക കോഡ്. രാഷ്ട്രപതി. ഭാരതത്തിന്റെ 4ാമത്തെ രാഷ്ട്രപതി ആരായിരുന്നു? ഒന്നാമത്തെ ചോയ്സ് സക്കീർ ഹുസൈൻ, രണ്ടാമത്തെ ചോയ്സ് VV ഗിരി. VV ഗിരി. വരാഹഗിരി വെങ്കിട്ടഗിരി എന്ന VV ഗിരി. ശരി ഉത്തരം. Congratulations, you have won rupees 2,500 from Mir Realtors. You can move to the third ball. സംഗീതം. മ്യൂസിക്, സംഗീതം തിരികെ ഇട്ടോളൂ. ഞാൻ പറയുന്നവരിൽ ആരാണ് സംഗീതവുമായി ബന്ധപ്പെട്ട വ്യക്തി? 3 ഉത്തരങ്ങൾ. റെഡി? റോജർ മില്ല, ലാൻസ് ആംസ്ട്രോങ്, മൊസാർട്ട്. ശരിയായ ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്, you have won rupees 5,000 from Mir Realtors. ഇനി
ഒരു കാഴ്ച കാണാം. മഞ്ഞിലെ കടുവ എന്നാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. ടൈഗർ ഓഫ് ദ സ്നോസ് എന്നറിയപ്പെടുന്നു ഇദ്ദേഹം. ഇദ്ദേഹത്തിനോടൊപ്പം എഡ്മണ്ട് ഹിലാരി എന്നൊരു കൂട്ടുകാരനുണ്ടായിരുന്നു. ടെൻസിംഗ് നോർഗെ. ശരിയായ ഉത്തരം. മിർ റിയൽറ്റേഴ്സ് നൽകുന്ന 10,000 രൂപയുടെ സമ്മാനം താങ്കൾക്ക് സ്വന്തം. താങ്കൾ യാഗം വിജയകരമായി പൂർത്തിയാക്കി കഴിഞ്ഞു. ഇനി സുനിൽകുമാർ യജ്ഞത്തിലേക്ക് പ്രവേശിക്കുമോ ഇല്ലയോ എന്നത് കാത്തിരുന്ന് കാണേണ്ട കാര്യം. പ്രേക്ഷകരോട് ഈ ദിവസത്തെ അവസാനത്തെ സൂചന ഞാൻ ഇങ്ങനെ നൽകട്ടെ. നടനകലയുടെ കിരീടം. ഈ മത്സരത്തിന്റെ യാഗം പൂർത്തിയാക്കിയ സുനിൽകുമാർ യജ്ഞത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ലെറ്റ്സ് സീ യെസ് ഓർ നോ. യെസ് ഈസ് ദ സൈൻ. സുനിൽകുമാർ, സ്വാഗതം. ആ ബൗളിൽ നിന്നും ഒരു വിഷയമെടുക്കും. ആ വിഷയവുമായി ബന്ധപ്പെട്ട ഒരാളിന്റെ പേര് മനസ്സിലോർക്കും. സുനിലുമൊത്തു കടക്കാം സുന്ദര സുഭഗ സുശീല യജ്ഞം. Sunil, all the best. Sir, is it approved? Yes, approved. Helpline okay? Helpline okay. Please, Sunil, ഇരിക്കൂ. സുനിൽ ചേർത്തല സ്വദേശി. ചേർത്തല. എന്ത് ചെയ്യുന്നു? ഞാൻ കെമിക്കൽ എക്സാമിനേഷൻ ലാബിൽ LD ക്ലർക്കായിട്ട് വർക്ക് ചെയ്യുന്നു. കെമിക്കൽ എക്സാമിനേഷൻ ലാബിൽ LD ക്ലർക്കായി വർക്ക് ചെയ്യും. ചേർത്തലയിൽ നിന്ന് വരുന്നു. LD ക്ലർക്കായി ജോലി ചെയ്തു. വീട്ടിൽ അമ്മയും ചേട്ടൻ പറയും. സുനിലെ, നല്ല ഉച്ചത്തിൽ ഉത്തരം പറയാം. അശ്വമേധം കാണാറുണ്ട്? കാണാറുണ്ട്. ഇഷ്ടമാണ്. വീട്ടിലെല്ലാവരും കാണാറുണ്ട്? എല്ലാവരും എൻ്റെ ആശംസകൾ അറിയിക്കാം. തീർച്ചയായിട്ടും. നമുക്ക് തുടങ്ങാം. ഇന്ത്യൻ, മലയാളി, പുരുഷൻ, ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല. 1950 ശേഷം മരണം? ലൈഫ് ലൈൻ. യെസ്. എൻ്റെ 5ാമത്തെ ചോദ്യം ഒരു ലൈഫ് ലൈൻ ആയിരുന്നു. 1980 ശേഷമാണോ മരിച്ചത്? അതും ലൈഫ് ലൈൻ വേണ്ടി വരും. ലെറ്റ്സ് സീ. യെസ്. പിന്നെന്തിനാ 50 ശേഷത്തെ ലൈഫ് ലൈൻ ചോദിച്ചത്? കൺഫ്യൂഷൻ. 80 ശേഷമാണ്. രാഷ്ട്രീയം, കലാ, സാഹിത്യം ഇതിലൊന്നാണോ പ്രധാന മേഖല? അല്ല. മേഖലകളും ഇതിൽ ഉണ്ട്, പക്ഷേ പ്രധാനം അതൊന്നും അതല്ല. മതപരം, ആത്മീയം, സാമൂഹ്യ പ്രവർത്തനം ഇതിലൊന്നും അല്ല. സ്പോർട്സ്, സയൻസ്, ബിസിനസ്, ഉദ്യോഗം ഇതിലൊന്ന് ആണ്. ഉദ്യോഗമായിരുന്നു പ്രധാന മേഖല? അല്ല. ബിസിനസ് ആണ്. അതെ. മലബാറുകാരനാണോ ഇത്? മലബാറുകാരനാണ്. ആണ്. ആണ്. 2000 ശേഷമാണോ മരിച്ചത്? അതെ. 2010 ശേഷമാണോ മരിച്ചത്? അതെ. അയാളുടെ വിരലടയാളവും ക്യാപ്റ്റൻ കിഷൻ നായരുടെ വിരലടയാളവും ഒന്നാണോ? അതെ. ആണ്. ലീല ഗ്രൂപ്പിന്റെ എല്ലാമായിരുന്ന
ക്യാപ്റ്റൻ കൃഷ്ണൻ നായരെയാണ് താങ്കൾ വിചാരിച്ചത്. അതെ അതെ അതെ. ക്യാപ്റ്റൻ കൃഷ്ണൻ നായർ. ഇന്ത്യയിലെ അറിയപ്പെടുന്ന വ്യാവസായിക പ്രമുഖനാണ് ക്യാപ്റ്റൻ കൃഷ്ണൻ നായർ എന്ന CP കൃഷ്ണൻ നായർ. 1957 ലീല ലേസ് ലിമിറ്റഡ് എന്ന വസ്ത്ര സ്ഥാപനം ആരംഭിച്ച അദ്ദേഹം 1986 സ്ഥാപിതമായ ലീല ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസിന്റെ സഹസ്ഥാപകനുമാണ്. സുഭാഷ് ചന്ദ്രബോസിന്റെ കീഴിൽ ഇന്ത്യൻ നാഷണൽ ആർമിയിൽ സേവനമനുഷ്ഠിച്ചിട്ടുള്ള അദ്ദേഹത്തിന് 2010 ഭാരത സർക്കാർ പത്മഭൂഷൺ പുരസ്കാരം നൽകി ആദരിച്ചു. ലീല വെഞ്ചർ എന്ന പേരിൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ഹോട്ടൽ ശൃംഖല ഇദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിലുള്ളതാണ്. കൺഗ്രാജുലേഷൻസ് താങ്കളുടെ സാന്നിധ്യത്തിനും യാഗത്തിലെ വിജയത്തിനും. ഒപ്പം മിർ റിയൽട്ടേഴ്സ് നൽകുന്ന, കേരളത്തിലെ പ്രമുഖ ബിൽഡേഴ്സായ മിർ റിയൽട്ടേഴ്സ് നൽകുന്ന 2500 രൂപയുടെ ക്യാഷ്. സുനിൽ, ക്യാപ്റ്റൻ കൃഷ്ണൻ നായരെ എന്തുകൊണ്ട് വിചാരിച്ചു? അദ്ദേഹം ഒരു സ്വാതന്ത്ര്യ സമര സേനാനി കൂടിയാണ്. സ്വാതന്ത്ര്യ സമര സേനാനി കൂടിയാണ്. INA അംഗമായിരുന്നു. ഇന്ത്യൻ നാഷണൽ ആർമിയിൽ അംഗമായിരുന്നു. പത്മഭൂഷൺ ലഭിച്ചു അദ്ദേഹത്തിന്. വ്യവസായിയാണ്. ഒരുപാട് വലിയ വിശാലമായ സൗഹൃദ വലയത്തിന്റെ ഉടമയാണ് അദ്ദേഹം, അല്ലേ? പ്രേക്ഷകർക്കായുള്ള ഇന്നത്തെ സൂചനകൾ ഒരിക്കൽ കൂടി. സൂചന 1, ഈ വ്യക്തിക്ക് തിരനോട്ടം അറിയാം. സൂചന 2, സേതുമാധവനിൽ നിന്നും ജയകൃഷ്ണനിലേക്ക് എത്രയാണ് ദൂരം. സൂചന 3, നടനകലയുടെ കിരീടം. നിങ്ങളുടെ ഉത്തരങ്ങൾ 7025125598 എന്ന നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ SMS അയച്ചു തുടങ്ങുക. അയക്കേണ്ട ഫോമാറ്റ് ASM സ്പേസ് ആൻസർ സ്പേസ് നെയിം. ഉത്തരങ്ങൾ ashwamedham@kairalitv.in എന്ന മെയിൽ ഐഡിയിലേക്ക് ഇമെയിലായും അയക്കാവുന്നതാണ്. കഴിഞ്ഞ എപ്പിസോഡിലെ പ്രേക്ഷകർക്കായുള്ള സൂചനകളുടെ ഉത്തരം സഖാവ് P. കൃഷ്ണപിള്ള. സ്വന്തം ജീവിതത്തിൽ ഒരു മേഖലയിൽ മാത്രം ഒതുങ്ങിക്കൂടുകയാണ് നമ്മളിൽ പലരും ചെയ്യുന്നത്. സ്വന്തം ജീവിതത്തിൻ്റെ മേഖലകൾ പല ആകാശങ്ങളിലേക്ക് വ്യാപരിപ്പിക്കാൻ കഴിയുമ്പോഴാണ് ഓരോ മനുഷ്യൻ്റെയും ബഹുമുഖ പ്രതിഭാവിലാസങ്ങൾ വ്യക്തമാകുന്നത്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒട്ടനവധി ബഹുമുഖ പ്രതിഭകൾ ഉണ്ടായിരുന്നു. അവരെ കണ്ടുപിടിക്കുമ്പോഴാണ് ഏത് മേഖലയാണ് എന്ന് കൃത്യമായി നിർണ്ണയിക്കാൻ കഴിയാതെ വരുന്നത്. കൃത്യമായ നിർണയങ്ങളും നിഗമനങ്ങളുമായി നാളെ വീണ്ടും കാണുന്നതുവരെ നിങ്ങൾക്ക് ഞാൻ നേരുന്നു ബഹുമുഖ സ്വപ്നങ്ങൾ നിറഞ്ഞ ഒരു ശുഭരാത്രി.